ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ അതിൻ്റെ സമയം ഞാനൊന്ന് പറയാം. എല്ലാവരും സമയം ഏതൊക്കെ സമയത്താണ് ക്ലാസ് വരുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ കൃത്യം സമയം പറയാം. കാലത്ത് 6 മണിക്കൊരു ക്ലാസ് വരും, 9 മണിക്കൊരു ക്ലാസ് വരും, 12 മണിക്കൊരു ക്ലാസ് വരും, 3 മണിക്കൊരു ക്ലാസ് വരും, രാത്രി 8 മണിക്കൊരു ക്ലാസ് വരും, രാത്രി 10:30 ഒരു ക്ലാസ്. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ. അതിൽ 6 മണിയുടെയും 9 മണിയുടെയും ക്ലാസ് എന്ന് പറയുന്നത് SCRT NCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. 12 മണിക്ക് നമുക്ക് SCRT NCRT മാത്രം പഠിച്ചാൽ പോരാ, അഡീഷണൽ ആയിട്ട് പഠിക്കണം എന്നുള്ള ടോപ്പിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് തീർന്നാൽ ഉടനെ നമ്മൾ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് രാത്രി 3 മണിക്ക് നമുക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളമാണ്. അത് ഒരാഴ്ച നമ്മൾ 3 കൂടെ കവർ ആകുന്ന രീതിയിലാണ്. 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. രാത്രി 8 മണിക്ക് നമ്മൾ കാലത്ത് 6 മണിക്കും 9 മണിക്കും 12 മണിക്കും പഠിക്കുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണോ അന്ന് പഠിച്ച ഭാഗത്തു നിന്നും PSC ചോദിച്ചിട്ടുള്ള 2021, 22, 23, 24 വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിലാണ് ചെയ്യുന്നത്, ലൈവായിട്ട്. രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കലാ, കായിക, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ഭാഗത്ത് PSCക്ക് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സും കൂടെ നമ്മൾ സിലബസ് പ്രകാരമുള്ളത് എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ കൂട്ടത്തിൽ എടുത്തു പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ക്ലാസ് കേൾക്കാനായിട്ട്. ക്ലാസ് കേൾക്കുമ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. റിവിഷന് വേണ്ടിയിട്ട് ആ നോട്ട്സ് ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ക്ലാസ്സൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. കാരണം 6 ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്തെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ടെലിഗ്രാമിലാവുമ്പോൾ നമ്മൾ കൃത്യസമയത്ത് വീഡിയോ വരുന്ന സമയത്ത് അത് ഷെയർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ടെലിഗ്രാം വഴി നമുക്കത് ക്ലാസ് കയറി കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ നോട്ട്സ് കൊടുക്കുന്നുണ്ട്. ടെലിഗ്രാമിലൂടെയാണ് ഓരോ ദിവസം പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ്, പഠിക്കേണ്ടതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഇതൊക്കെ നമ്മൾ ടെലിഗ്രാം വഴിയാണ് നൽകുന്നത്. സോ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് മാത്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ആ ടോപ്പിക്ക് പഠിച്ചല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സാധാരണ പലിശയും അതേപോലെ കൂട്ടുപലിശയും. സാധാരണ പലിശയും കൂട്ടുപലിശയും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മുൻപ് തന്നെ ഞാൻ പറയുന്നത് പോലെ ഞാൻ ബോർഡ് വെച്ച് ക്ലാസ് റൂം സെഷനായിട്ട് ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. എന്താണ് സാധാരണ പലിശ, ആ ഭാഗത്ത് നിന്ന് എങ്ങനെ ചോദ്യം വന്നാൽ ആൻസർ ചെയ്യാം ഈസി ആയിട്ട്, എന്താണ് കൂട്ടുപലിശ, എങ്ങനെയാണ് ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ചെയ്യുന്നത്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുവാണ്. അപ്പോൾ സാധാരണ പലിശ, കൂട്ടുപലിശ എന്ന് പറയുന്ന ആ ഭാഗം നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് സാധാരണ പലിശയാണ്. അതായത് പലിശ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. സാധാരണ പലിശയുണ്ട്, കൂട്ടുപലിശയുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റും ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഉണ്ട്. നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് അഥവാ സാധാരണ പലിശയാണ്. അപ്പൊ അതിനു മുന്നേ എന്താണ് പലിശ? പലിശ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ച് പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ലോൺ എടുത്തു. അപ്പൊ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? ആ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ മാത്രമാണോ? അല്ല, എക്സ്ട്രാ കുറച്ച് ക്യാഷ് കൂടെ കിട്ടും. അപ്പൊ ആ എക്സ്ട്രാ കിട്ടുന്ന പൈസയാണ് നമ്മൾ എന്തെന്ന് പറയാ? പലിശ എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ ലോൺ എടുക്കുകയാണ്. 1 ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടയ്ക്കുന്നത് എത്രയാണ്? ആ എടുത്ത പൈസ തന്നെയാണ്? അല്ല, എക്സ്ട്രാ കുറച്ച് പൈസയും കൂടെ ചേർത്ത് അടയ്ക്കും. അപ്പൊ എക്സ്ട്രാ വരുന്ന ആ പൈസയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പലിശ എന്ന് പറയുന്നത്. ഇനി പലിശ നിരക്ക് എന്ന് പറയുന്നത് 1 വർഷത്തേക്കാണ്. അതായത് ഇത്ര എമൗണ്ടിന് ഇപ്പൊ ഇവിടെ നോക്കുക, ഇപ്പൊ 2000 രൂപയ്ക്ക് 1 വർഷത്തേക്ക് 10% പലിശ എന്ന് വിചാരിക്കുക. ഓക്കെ, 2000 രൂപയ്ക്ക് 1 വർഷത്തേക്ക് 10% പറഞ്ഞാൽ ഇതാണ് പലിശ നിരക്ക്. അതായത് 2000 രൂപ നമ്മളിപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. 2000 രൂപ നമ്മൾ ബാങ്കിലിട്ടു. 1 വർഷം കഴിയുമ്പോൾ ഈ 2000 രൂപയോടൊപ്പം നമുക്ക് എന്തും കൂടെ കിട്ടും? ഈ 2000 രൂപയുടെ
10% പലിശയില്ലേ, ആ 10% പലിശയും കൂടെ കിട്ടും. 2000-ന്റെ 10% കാണാൻ നമുക്കറിയാം, 10% കാണാൻ എന്ത് ചെയ്യണം, ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടണം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോൾ 200 എന്ന് വരും. അതായത് 2000-ന്റെ 10% എന്ന് വെച്ചാൽ എത്രയാണ്, 200. അപ്പൊ ആ 200 കൂടെ ചേർത്തിട്ടാണ് നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് കിട്ടുക. അതായത് 2000 200 കൂടെ ചേർത്തിട്ട് 2200 രൂപ നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ ഇങ്ങോട്ട് കിട്ടും. ഇനി നമ്മൾ ആ ഒരു വർഷം കഴിഞ്ഞിട്ടും ആ പൈസ എടുക്കാതെ ഒരു വർഷം കൂടെ വെച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ എന്തായി, അപ്പൊ 2 വർഷമായി. അപ്പൊ 2 വർഷം കഴിയുമ്പോൾ 2 × 10, അതായത് 20%. ആദ്യത്തെ വർഷം 200 കിട്ടി, പിറ്റത്തെ വർഷം എന്ത് ചെയ്യും, ആ ഒരു 200 കൂടെ കൂടും. അപ്പൊ 2200-ന്റെ കൂടെ ഒരു 200 കൂടെ കൂടുമ്പോൾ എന്ത് കിട്ടും, 2400 രൂപ നമുക്ക് 2 വർഷം കഴിയുമ്പോൾ കിട്ടും. ഓക്കെ, അപ്പൊ ഓരോ വർഷവും ആ 10%, 10%, 10% പലിശ ഇങ്ങനെ കൂടിക്കൊണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് എന്ത്, പലിശ നിരക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. 2000 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ 10% പലിശയെങ്കിൽ നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ 2000-ഉം അതിന്റെ 10%-മായി 200 രൂപ പലിശയും കൂടെ ചേർത്ത് ആകെ തുക എത്ര കിട്ടും, 2200 കിട്ടും. ഇനി ഒരു വർഷം കൂടെ കഴിയുമ്പോൾ ഒരു 200 കൂടെ ചേർന്ന് 2400. ഇനി ഒരു വർഷം കഴിയുമ്പോൾ ഒരു 200 കൂടെ ചേർന്ന് 2600. ഓക്കെ, അപ്പൊ ഓരോ വർഷവും 10%-ആയിട്ടുള്ള 200 രൂപ കൂടി 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 കിട്ടും. അപ്പൊ അതാണ് എന്ത്, പലിശ. അപ്പൊ ഓരോ വർഷവും എന്താണ്, ആ 200 തന്നെയാണ് ആ പലിശ. അപ്പൊ പലിശ, സാധാരണ പലിശയിൽ ഓരോ വർഷവും എന്താണ്, പലിശ സെയിം തന്നെയായിരിക്കും, മാറ്റമൊന്നും വരില്ല. ഓക്കെ, അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്തിരിക്കാം. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. 12000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള പലിശ എത്ര? 12000 രൂപയാണ് അല്ലെ, നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് 12000 രൂപയാണ്. എന്താണ് തന്നിട്ടുള്ളത്, 10% പലിശ നിരക്കിൽ. 10% പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു വർഷത്തേക്കുള്ള പലിശയാണ് എന്ത്, പലിശ നിരക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു വർഷത്തേക്ക് 12000 രൂപയ്ക്ക് 10%-ആണ് പലിശ. നമുക്ക് കാണേണ്ടത് എന്താണ്, 2 വർഷത്തേക്കുള്ള പലിശ. ഒരു വർഷത്തേക്ക് 10% ആണെങ്കിൽ 2 വർഷത്തേക്ക് എത്രയായിരിക്കും, 2 × 10, അതായത് 20%. അല്ലെ, ഒരു വർഷത്തേക്ക് 12000 രൂപയ്ക്ക് 10%-ആണ് പലിശ. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തേക്കുള്ള പലിശ ആണെങ്കിൽ എന്ത് ചെയ്യണം, 2 × 10% ചെയ്യുമ്പോൾ നമുക്ക് 20%. അപ്പൊ നമുക്ക് 12000-ന്റെ 20% കണ്ടാൽ എന്തായി, പലിശയായി. 12000-ന്റെ 20% കാണാൻ നമ്മൾ ശതമാനം കാണാനുള്ള ഈസി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എങ്ങനെയാണ് വഴി, 12000-ന്റെ 10% കാണാൻ നമുക്ക് ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടാൽ മതി. അതായത് 12000-ൽ നിന്ന് ഒരു 0 പോകുമ്പോൾ 1200 ആണ് എന്ത്, 12000-ന്റെ 10%. 10% 1200 ആയാൽ 20% എത്രയാണ്, 10 20 ആവാൻ ഒന്നുകിൽ 10 കൂട്ടുക അല്ലെങ്കിൽ 10-നെ 2 കൊണ്ട് ഗുണിക്കുക. ഏത് ചെയ്താലും ആൻസർ എത്ര വരും, 1200-ന്റെ കൂടെ ഒരു 1200 കൂടെ കൂട്ടിയാൽ നമുക്ക് 2400 എന്ന് വരും. അപ്പൊ ഇതാണ് എന്ത്, 2 വർഷത്തേക്കുള്ള പലിശ. ഓക്കെ ആണല്ലോ. 12000 രൂപയ്ക്കുള്ള പലിശ നിരക്ക്, 10% പലിശ നിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വർഷത്തേക്കുള്ള പലിശയാണ്. 12000 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് 10% ആണെങ്കിൽ 2 വർഷത്തേക്ക് 2 × 10% 20%ആണ്. അപ്പൊ ആ 20% കാണാം. 10% എന്ന് പറയുന്നത് 1200 ആണ്. അങ്ങനെയാണെങ്കിൽ 20% എത്രയാണ്, അതിന്റെ ഇരട്ടി 2400. ഓക്കെ ആണല്ലോ, പലിശ കിട്ടിയില്ലേ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരാൾ 8000 രൂപയ്ക്ക് 6% പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ 3 വർഷം കഴിഞ്ഞ് അയാൾക്ക് കിട്ടുന്ന തുക എന്ത്? എന്താണ് ചോദിക്കുന്നത്, ഒരാൾ 8000 രൂപയ്ക്ക്, അപ്പൊ എത്രയാണ് അയാളെ എമൗണ്ട്, 8000 രൂപയാണ് എമൗണ്ട്. 6% പലിശ നിരക്കിൽ, പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വർഷത്തേക്കുള്ള പലിശ. 8000 രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ള പലിശയാണ് എന്ത്, 6%. ഓക്കെ, അപ്പൊ 8000 രൂപയ്ക്ക് 6% പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ 3 വർഷം കഴിഞ്ഞ് അയാൾക്ക് കിട്ടുന്ന തുക എന്ത്? 3 വർഷം കഴിഞ്ഞിട്ട്, അതായത് 3 × 6% ചെയ്താൽ എന്തായി, 18%. 18% കണ്ടാൽ എന്തായി, നമ്മുടെ ആൻസർ ആയി അല്ലെ. അപ്പൊ 3 × 6%, 3 വർഷം കഴിഞ്ഞിട്ടാണ്. 8000 രൂപയ്ക്ക് 6%-ആണ് പലിശ നിരക്ക്. അതായത് 8000 രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ള പലിശ 6%. അങ്ങനെയാണെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ 3 × 6, ഒരു വർഷം കഴിയുമ്പോൾ ഒരു 6% പലിശ, അടുത്ത വർഷം ഒരു 6%, അതിന്റെ അടുത്ത വർഷം ഒരു 6%. അങ്ങനെ മൊത്തം എന്തായി, 6 6 12 6 18% അല്ലെ. 3 × 6 18% പലിശ 3 വർഷം കഴിയുമ്പോൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ മൊത്തം തുകയാണ്, കിട്ടുന്ന തുക എന്ന് പറയുമ്പോൾ എന്താണ്,
അടയ്ക്കുന്ന പൈസയും പലിശയും രണ്ടും കൂടെ കൂട്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പലിശ കണ്ടുപിടിക്കാം. 18% നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഒരു വർഷത്തേക്ക് 6 ആണെങ്കിൽ 3 വർഷത്തേക്ക് 3 18%. അപ്പൊ 8000 രൂപയുടെ 18% കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് 8000 രൂപയുടെ 10% നമുക്ക് കാണാം. എങ്ങനെയാണ്? ഒരു 0 കളഞ്ഞാൽ മതി അല്ലെ. ഇപ്പൊ 8000ന്റെ ഒരു 0 കളയുമ്പോൾ 800 എന്ന് പറയുന്നതാണ് എന്ത്? 8000ന്റെ 10%. 10% 800 ആണെങ്കിൽ 1% എത്രയാണ്? 10% 800. 1% എന്ന് പറയുന്നത് 2 0 കളയുക. 2 0 കളയുമ്പോൾ 80. 10% 800, 1% 80 അല്ലേ. ഇനി എന്ത് ചെയ്യുക? നമുക്ക് 1% അറിയാമെങ്കിൽ നമുക്ക് 2% കണ്ടുപിടിക്കാം. 80 ആണെങ്കിൽ 2% എത്രയാണ്? 160. 1% 80 ആണെങ്കിൽ 2% 160 ആണ്. 10% 800 ആണെങ്കിൽ 20% എത്രയാണ്? 10% 800, 20% ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി 1600. ഞാനിപ്പോൾ ഇതെല്ലാം കണ്ടുപിടിച്ചത് എന്തിനാണ്? ഇങ്ങനെ നിരത്തി എഴുതേണ്ട കാര്യമില്ല, നമുക്ക് മനസ്സിൽ തന്നെ പറഞ്ഞിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എഴുതിയേ ഉള്ളൂ. 10% 800 ആണ്, ഒരു പോയിന്റ് കളയാം. അപ്പോൾ 20% എന്ന് പറയുമ്പോൾ 800ന്റെ ഇരട്ടി 1600. അപ്പം തന്നെ നമുക്ക് 20% കിട്ടി, 1600. 1% എന്ന് പറയുന്നത് 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോൾ 80 ആണ്. 1% 80 ആണെങ്കിൽ 2% എന്താണ്? 160 ആണ്. അത് രണ്ടും കിട്ടി. 20% കിട്ടി, 2% കിട്ടി. 18% കാണാൻ എന്ത് ചെയ്താൽ മതി? 20%ത്തിൽ നിന്നും 2% കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ 20%ത്തിൽ നിന്നും 2% കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 18% കിട്ടും. 20% എന്ന് പറയുന്നത് എത്രയാണ്? 1600 ആണ്. മൈനസ് 2% എന്ന് പറയുന്നത് എത്രയാണ്? 160. 1600ൽ നിന്നും 160 കുറയ്ക്കണം. എങ്ങനെയാണ്? 0, 10ൽ നിന്ന് 6 പോകുമ്പോൾ 4, ഇവിടെ 5ൽ നിന്ന് 1 പോകുമ്പോൾ 4, ഇവിടെ എന്തായി? 1. അപ്പൊ 1440 എന്ന് വന്നു. എത്തിടെ 8000 രൂപയുടെ 18% അല്ലെ. 8000 രൂപയുടെ 18%മാണ് 1440 നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? അയാൾക്ക് കിട്ടുന്ന തുക എന്ത് എന്നാണ്. തുക എന്ന് വെച്ചാൽ എന്താണ്? അടയ്ക്കുന്ന പൈസയും പലിശയും കൂടെ ചേർത്ത് കിട്ടണം. അപ്പൊ ഈ 8000 രൂപയുടെ കൂടെ പലിശയും കൂടെ ചേർക്കണം. ക്വസ്റ്റ്യൻ നേരെ ശ്രദ്ധിക്കണം. പലിശ എന്ന് പറഞ്ഞിട്ട് 1440 കിട്ടിയത് നമ്മൾ ആൻസർ ടിക്ക് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? പലിശയും നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാവും, മൊത്തം തുകയും ഉണ്ടാവും. അപ്പൊ തെറ്റിപ്പോകരുത്. തുകയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ 8000 ഈ പലിശയും കൂടെ കൂട്ടണം. 8000ന്റെ കൂടെ 1440 കൂട്ടി പറഞ്ഞാൽ എത്രയാണ്? 9440 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ നമ്മുടെ തുക എത്രയാണ്? 9440. മനസ്സിലായല്ലോ? ഒന്നുകൂടി പറയാം. എങ്ങനെയാണ് ചെയ്തത്? ഒരാൾ 8000 രൂപയ്ക്ക് 6% പലിശ നിരക്കിൽ എന്ന് പറയുമ്പോൾ 8000 രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ള പലിശ 6%. അങ്ങനെയാണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ 3 × 6 എത്രയായി? 18% അല്ലെ. അപ്പൊ 8000 രൂപയ്ക്കുള്ള 18% പലിശ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 10% 800. 8000ന്റെ 10% 800 ആണെങ്കിൽ 20% 1600. 1% 80 ആണെങ്കിൽ 2% 160. 20ൽ നിന്ന് 2% കുറയ്ക്കുമ്പോൾ 18% കിട്ടും. നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചു. എന്താണ്? 1440 എന്ന് കിട്ടി. 18%. എന്നിട്ട് എന്ത് ചെയ്തു? ആകെ നമ്മുടെ ഡെപ്പോസിറ്റ് തുകയും നമ്മുടെ പലിശയും കൂടെ കൂട്ടി 8000 1440 കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 9440 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ എന്ത് തുക എന്ന് പറയുന്നത്. 3 വർഷം കഴിഞ്ഞ് കിട്ടുന്ന തുക. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം നോക്കാം. 8000 രൂപയ്ക്ക് 9 മാസത്തേക്ക് 10% നിരക്കിൽ സാധാരണ പലിശ എത്ര എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 8000 രൂപയ്ക്കാണ്. രൂപ നമുക്ക് തന്നിട്ടുണ്ട്. 8000 രൂപയ്ക്ക് 9 മാസത്തേക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് മാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പലിശ നിരക്ക് എന്ന് വെച്ചാൽ എന്താണ്? വർഷത്തേക്ക് എന്നുള്ളതാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇവിടെ മാസം തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വർഷത്തിലോട്ട് മാറ്റണം. മാസത്തിൽ തരുമ്പോൾ അതിനെ വർഷത്തിലോട്ട് മാറ്റണം. എങ്ങനെയാണ് മാറ്റുക? നമുക്കറിയാം 9 മാസമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ, എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ഒരു വർഷത്തിൽ എത്ര മാസമുണ്ട്? 12 മാസം. അപ്പൊ 12 മാസത്തിൽ 9 മാസമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അത്രയും, അതാണ് നമ്മുടെ വർഷം. 9/12. അപ്പൊ ഇതിനെ വെട്ടിച്ചെറുതാക്കുമ്പോൾ 9ൽ 3 പ്രാവശ്യം, 12ൽ 4 പ്രാവശ്യം, 3/4 എന്ന് കിട്ടും വെട്ടിച്ചെറുതാക്കിയാൽ അല്ലെ. അപ്പൊ 3/4 വർഷമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 3/4 വർഷത്തെ പലിശ നിരക്കാണ് നമുക്ക് 10% എന്ന് തന്നിട്ടുള്ളത്. അതായത് 3/4 വർഷത്തിന്റെ 10% എന്ന് പറയുമ്പോൾ എന്താണ്?
നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4-ൽ 2 പോകും അല്ലേ, 2 പ്രാവശ്യം, 10-ൽ 5 പ്രാവശ്യം. അപ്പോൾ 5 × 3 15/2. 15/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 7.5%. അപ്പോൾ നമ്മുടെ ഇതാണ് പലിശ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്രയാണ്? 3/4-ന്റെ 10% എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 7.5% എന്ന് കിട്ടി. അപ്പോൾ 8000 രൂപയുടെ 7.5% കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് ചെയ്തത്? 8000 രൂപ നമുക്ക് തന്നിട്ടുണ്ട്, 9 മാസത്തേക്കാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 9 മാസം എന്നുള്ളതിനെ വർഷമാക്കാൻ എന്ത് ചെയ്തു? 9/12 ചെയ്യുക. 12 എവിടെ നിന്ന് വന്നത്? 12 മാസമാണ് ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പോൾ 9/12 വെട്ടിച്ചേർത്താക്കിയപ്പോൾ 3/4 വർഷം എന്ന് കിട്ടി. 3/4 ഇൻറ്റു ആ 10% പലിശ നിരക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതും വെട്ടിച്ചേർത്താക്കിയിട്ട് 4-ൽ 2 പ്രാവശ്യം, 10-ൽ 5 പ്രാവശ്യം, 5 × 3 15/2 എന്ന് പറയുന്നത് എത്രയാണ്? 7.5% എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ 8000 രൂപയുടെ 7.5% കണ്ടുപിടിക്കണം. 7.5% കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ അറിഞ്ഞാൽ മതി? 5%, 2% കിട്ടിയാൽ 7% ആയി. ഒരു 0.5 കൂടെ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് 8000 രൂപയുടെ 10% നമുക്ക് കാണാൻ അറിയാം. ഒരു 0 കളഞ്ഞാൽ 10 ആയി. 8000 രൂപയുടെ ഒരു 0 കളഞ്ഞാൽ 10% എത്രയാണ്? 800. ഓക്കെ, 10% 800. 10% 800 ആണെങ്കിൽ 5% എത്രയാണ്? അതിൻ്റെ പകുതി അല്ലേ, 10ന്റെ പകുതിയാണ് 5. അപ്പോൾ 800ന്റെ പകുതി എത്രയാണ്? 400. ശതമാനത്തിൻ്റെ വീഡിയോ കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. 10% 800 ആണെങ്കിൽ 5% എത്രയാണ്? 400 ആണ്. ഇനി 5 ആയി. ഇനി എത്ര വേണം നമുക്ക് വേണ്ടത്? 2% കിട്ടണം അല്ലേ. 10% 800 ആണ്. 1% അപ്പോൾ എത്രയാണ്? ഒരു 0 കൂടെ കളയാം. അപ്പോൾ 1% എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണ്. 1% 80 ആണെങ്കിൽ 2% നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 1% 80 ആണെങ്കിൽ 2% 160. 80ന്റെ ഇരട്ടി അല്ലേ. അപ്പോൾ 2% 160. 1% 80 ആണെങ്കിൽ 0.5%, അതായത് 0.5% എന്ന് പറയുന്നത് എത്രയാണ്? 1% 80. അങ്ങനെയാണെങ്കിൽ 0.5% എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി, അതായത് 40. എന്തിനാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 5ഉം 2ഉം 7ഉം 0.5 കൂടെ വേണം. നമുക്ക് 7.5% നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ 5% കണ്ടുപിടിച്ചു, 7% കണ്ടുപിടിച്ചു, 0.5 കണ്ടുപിടിച്ചു. ഇനി അത് 3ഉം കൂടെ കൂട്ടിയാൽ എന്തായി? 7.5% ആയി അല്ലേ. അപ്പോൾ 5% എന്ന് പറയുന്നത് 400 പ്ലസ് 2% എന്ന് പറയുന്നത് 160 പ്ലസ് 0.5% എന്ന് പറയുന്നത് 40. അത് 3ഉം കൂടെ കൂട്ടുക. 0, 6 × 4 10, 1, 4 1 5 1 6. അപ്പം നമ്മൾക്ക് എത്ര കിട്ടി? 600. അപ്പോൾ 600 രൂപയാണ് എന്ത്? 7.5%. 8000 രൂപയുടെ 7.5% എന്ന് പറയുന്നത് എത്രയാണ്? 600 രൂപയാണ് എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? എളുപ്പമാണ്. ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അതൊക്കെ നമുക്ക് മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ പിന്നെ പ്രോബ്ലം ചെയ്യുന്നതുകൊണ്ട് മനസ്സിലാവാൻ വേണ്ടി മാത്രം എഴുതി കാണിച്ചു എന്നേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. 1% എത്രയാണ്? 10% നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 7.5% കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ. വളരെ എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിക്കുക. 8000 രൂപയ്ക്ക് 9 മാസത്തേക്കാണ് തന്നിട്ടുള്ളത്. മാസത്തേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് വർഷത്തിലോട്ടാക്കാൻ അതേ എത്ര മാസമാണ് തന്നിട്ടുള്ളത് അതിനെ എന്ത് ചെയ്യുക? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് എത്ര ശതമാനമാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ആ ശതമാനം കണ്ടുപിടിക്കാൻ നമുക്ക് ഈസി ആയിട്ട് കിട്ടും അല്ലേ. 10%, 1% ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അത് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളതൊക്കെ കണ്ടുപിടിച്ചു. 7.5% എത്ര കിട്ടി? 600 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. 3000 രൂപയ്ക്ക് 6% പലിശ നിരക്കിൽ 2005 ഫെബ്രുവരി 5 മുതൽ ഏപ്രിൽ 18 വരെയുള്ള സാധാരണ പലിശ എത്ര? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? 3000 രൂപയ്ക്ക് അല്ലേ, 3000 രൂപയ്ക്ക് 6% പലിശ നിരക്കിൽ വർഷമല്ല തന്നിട്ടുള്ളത്, ദിവസമാണ് തന്നിട്ടുള്ളത് അല്ലെ. 2005 ഫെബ്രുവരി 5 മുതൽ ഏപ്രിൽ 18 വരെ. അപ്പോൾ ആ ദിവസത്തെ നമ്മൾ എന്ത് ചെയ്യണം? വർഷത്തിലോട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എത്ര ദിവസം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഫെബ്രുവരി 5 മുതൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ 28 ദിവസം. അതിലെ 5 മുതൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റിലുള്ള 4 ദിവസം നമുക്ക് വേണ്ട. അപ്പോൾ 28-ൽ നിന്ന് 4 പോകുമ്പോൾ എത്രയായി? 24 ദിവസം ഫെബ്രുവരിയിലുണ്ട്. ദെൻ ഫെബ്രുവരി 5 മുതൽ ഏപ്രിൽ 18 വരെ എന്ന് പറയുമ്പോൾ ഇടയിൽ ആര് കിടക്കുന്നുണ്ട്? മാർച്ച് ഉണ്ട്. അപ്പോൾ മാർച്ചിൻ്റെ 31 ദിവസം. ദെൻ ഏപ്രിൽ 18 വരെ എന്ന് പറയുമ്പോൾ ഏപ്രിലുള്ള 18 ദിവസവും ഉണ്ട്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ കൂട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 1 9, 4 13, 3 1 ശിഷ്ടം, 2 1 3 3 6 1 7. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? 73 ദിവസം എന്ന് കിട്ടി. ഓക്കെ, ദിവസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ വർഷത്തിലോട്ട് മാറ്റാൻ
മാസത്തെ വർഷത്തിലോട്ടാക്കാൻ ടോട്ടൽ എത്ര മാസം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്തു 12 കൊണ്ട്. അപ്പൊ ദിവസത്തെ വർഷമാക്കാൻ എന്ത് ചെയ്യാം? ടോട്ടൽ എത്ര ദിവസം ഉണ്ട് ഒരു വർഷത്തിൽ? 365. അപ്പൊ 73നെ 365 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വർഷമായിട്ട് കിട്ടും. 73/365 കറക്റ്റ് ആയിട്ട് പോകും, 5 പ്രാവശ്യം പോകും കേട്ടോ. ഗുണിച്ചു നോക്കുക, 1/5 എന്ന് കിട്ടും. അപ്പോൾ 1/5 വർഷം എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഈ 1/5 വർഷം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഇനി എന്ത് ചെയ്യുക? ഇനി നമ്മൾ സാധാരണ രീതിയിൽ നേരത്തെ ചെയ്തതുപോലെയും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. 2 മെത്തേഡും പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് ഫോളോ ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? വർഷം കിട്ടി, നമുക്ക് രൂപയെ അറിയാം, 6% കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 3000ന്റെ 1% കാണാൻ നമുക്കറിയാം, 2 സ്ഥാനം കഴിച്ച് പോയിട്ട് ഇടുമ്പോൾ 30. 1% 30 ആണെങ്കിൽ 6% കാണാൻ എന്ത് ചെയ്യണം? 1% 30, 6% എന്ന് പറയുമ്പോൾ 1നെ 6 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1%ത്തെ 6 കൊണ്ട് ഗുണിക്കാം. 30നെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 180 എന്ന് കിട്ടും. അപ്പോൾ 6% 180 കിട്ടിയല്ലോ. 1% 30, അങ്ങനെയാണെങ്കിൽ 6% എത്രയാണ്? 180. ഇനി എന്ത് ചെയ്യുക? 1/5നെ 6 കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ പലിശയായി അല്ലേ? 1/5 വർഷത്തേക്കുള്ള പലിശയായി. അപ്പോൾ 1/5 ഇൻറ്റു 180 ചെയ്യാം. 5ൽ 5 ഒരു പ്രാവശ്യം, 18ൽ 5 3 പ്രാവശ്യം, 3 5 15 അല്ലേ? 3 പ്രാവശ്യം, 3 5 15, ബാക്കി 3 ശിഷ്ടം, 3 ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പോൾ 30ൽ 5 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. അപ്പോൾ നമുക്ക് 36 എന്ന് നമുക്ക് ആൻസർ കിട്ടി അല്ലേ? എത്രയാണ് കിട്ടുന്നത്? 36 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇതല്ലെങ്കിൽ വേറെ മെത്തേഡിൽ ചെയ്യാം. എങ്ങനെയാണ്? നമുക്ക് 3000 ഉണ്ട് അല്ലേ? ഇൻറ്റു 1/5 ഇൻറ്റു 6%. 6% എന്ന് വെച്ചാൽ എന്താണ്? 6/100. ഇങ്ങനെയും ചെയ്യാം. ഇതിന് ശേഷം എന്ത് ചെയ്യാം? ഈ 0 കളയാം. അതിനുശേഷം ഈ 5ൽ 5 ഒരു പ്രാവശ്യം, 30ൽ 5 6 പ്രാവശ്യം. അപ്പോൾ ചെയ്യുമ്പോൾ എന്താണ് വരിക? 6 × 6 36 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് ആൻസർ സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ മെത്തേഡ് ഈസി ആയിട്ട് തോന്നുന്നത് അത് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ. അപ്പോൾ പറയാം ഒന്നും കൂടെ, നമുക്ക് 3000 രൂപയ്ക്ക് 6% പലിശ നിരക്ക് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ 2005 ഫെബ്രുവരി 5 മുതൽ ഏപ്രിൽ 18 വരെ എന്ന് പറയുമ്പോൾ എത്ര ദിവസം ഉണ്ട് എന്നുള്ളത് ആദ്യം കണക്ക് കൂട്ടുക. ആ ദിവസത്തെ വർഷത്തിലോട്ടാക്കാൻ ഡിവൈഡഡ് ബൈ 365 ചെയ്യുക. നമുക്ക് 1/5 വർഷം എന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ? 1/5 വർഷം വെച്ചിട്ട് 3000ന്റെ 6% കണ്ടുപിടിച്ചു, രണ്ടും കൂടെ ഗുണിച്ചു. നമുക്ക് ആൻസർ എത്ര കിട്ടി? 36 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പൊ ഇപ്പൊ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പറയുന്നു സാധാരണ പലിശ എന്താണ് നമ്മൾ പറഞ്ഞത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ 1000 രൂപയ്ക്ക് 10% പലിശ നിരക്ക് എന്ന് പറയുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ 1000 രൂപയ്ക്ക് 1000ന്റെ 10% 100 രൂപ പലിശ കിട്ടും. ദെൻ രണ്ടാമത്തെ വർഷവും അതേപോലെ 100 രൂപ കൂടും, മൂന്നാമത്തെ വർഷവും 100 രൂപ കൂടും. അങ്ങനെ 3 വർഷം കഴിയുമ്പോൾ നമുക്ക് 1000ന്റെ കൂടെ ഈ 300 രൂപയും കൂടെ കൂട്ടിയിട്ടാണ് കിട്ടുക. അതായത് ഓരോ വർഷവും പലിശ എന്താണ്? സെയിം ആണ് എന്നുള്ളതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കാര്യം നോക്കുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അഥവാ കൂട്ടുപലിശ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ 1000 രൂപയ്ക്ക് 10% കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ 1000 രൂപയ്ക്ക് 10% പലിശ നിരക്ക്, കൂട്ടുപലിശയാണ് കണക്കാക്കുന്നതെങ്കിൽ അവിടെ ആദ്യത്തെ മാസം 1000ന്റെ 10% തന്നെയാണ് വരിക. 1000ന്റെ 10% എന്ന് പറയുമ്പോൾ ഒരു 0 കളഞ്ഞാൽ 10% ആയി. അപ്പോൾ 100 രൂപ ആദ്യത്തെ മാസം കിട്ടി പലിശ. ഇനി ആദ്യത്തെ മാസമല്ല, ആദ്യത്തെ വർഷം. പലിശ നിരക്ക് എന്ന് പറയുന്നത് എപ്പോഴും വർഷത്തിലാണ് പറയുന്നത്. അപ്പോൾ 1000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കാണെങ്കിൽ ആദ്യത്തേത് 10% ആദ്യത്തെ വർഷം കിട്ടി. ഇനി രണ്ടാമത്തെ വർഷം പലിശ കണക്കാക്കുന്നത് ഈ നമ്മുടെ മുതലില്ലേ? ഓക്കെ, നമ്മുടെ പൈസ എത്രയാണ്? എമൗണ്ട് 1000 ആണ്. ആ 1000-നോടൊപ്പം നമ്മുടെ ആദ്യത്തെ വർഷത്തെ പലിശയായ 100 രൂപയുണ്ടല്ലോ അവിടെ. അപ്പോൾ മൊത്തം എത്രയാണ്? 1100 രൂപയുണ്ട് അല്ലേ? ആ 1100 രൂപയുടെ 10% നമുക്ക് രണ്ടാമത്തെ വർഷം കിട്ടുക. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു, 1000 രൂപയുടെ 10% 100 രൂപയാണ് ആദ്യത്തെ വർഷം. രണ്ടാമത്തെ വർഷവും അതേ 100 രൂപ 10%. അടുത്ത വർഷവും അതിൻ്റെ തന്നെ 100 രൂപയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക.
എന്നാൽ കൂട്ടുപലിശ കണക്കാക്കുമ്പോൾ ആദ്യത്തെ വർഷം 1000-ന്റെ 10% 100 രൂപ കിട്ടിയെങ്കിൽ രണ്ടാമത്തെ വർഷം 1000-നോടൊപ്പം ആ പലിശ 10%-മായി 100 കൂടെ ചേർത്ത് 1100 നമ്മുടെ ബാങ്കിൽ ഉണ്ടാവും. ആ 1100-ന്റെ 10%-മാണ് നമുക്ക് രണ്ടാമത്തെ വർഷം പലിശ കിട്ടുക. 1100-ന്റെ 10% എന്ന് പറയുമ്പോൾ ഒരു 0 കളഞ്ഞാൽ 110 രൂപ രണ്ടാമത്തെ വർഷം പലിശ കിട്ടി. അപ്പോൾ ആദ്യത്തെ വർഷം പലിശ 100 രൂപ കിട്ടി, രണ്ടാമത്തെ വർഷം 110 രൂപ കിട്ടി. ഇനി മൂന്നാമത്തെ വർഷമാകുമ്പോൾ എന്താവും? മൂന്നാമത്തെ വർഷമാകുമ്പോൾ ഈ 1100 രൂപയുടെ കൂടെ ഈ 110 പലിശയും കൂടെ ഉണ്ട് അല്ലേ? അപ്പം 1100 പ്ലസ് 110 അവിടെ ഉണ്ട്, ആ പലിശയും കൂടെ ചേർത്തിട്ട് 110 അവിടെ ഉണ്ട്. അപ്പോൾ 1210 രൂപ അക്കൗണ്ടിലുണ്ട്. ആ 1210 രൂപയുടെ 10%, അതായത് ഒരു 0 കളഞ്ഞാൽ 121 രൂപ എന്ത് മൂന്നാമത്തെ വർഷം പലിശ കൂടും. ഓക്കെ ആണല്ലോ? അപ്പം ഇങ്ങനെയാണ് കൂട്ടുപലിശ കണക്കാക്കുന്നത്. അപ്പം ഈ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. സാധാരണ പലിശയുടെ കേസിലാവുമ്പോൾ നമുക്ക് വർഷാവർഷം 10% പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്രയാണോ എമൗണ്ട് അതിൻ്റെ 10% തന്നെയാണ് കൂടി വരിക. കൂട്ടുപലിശ എന്ന് പറയുമ്പോൾ ആദ്യത്തെ വർഷം നമ്മുടെ എമൗണ്ടിൻ്റെ 10% കൂടും. ദെൻ രണ്ടാമത്തെ വർഷം നമ്മുടെ എമൗണ്ടും ആ 10% കൂടിയ പലിശയും കൂടെ ചേർന്നിട്ടുള്ള തുകയില്ലേ അതിൻ്റെ 10%ആണ് കിട്ടുക. ദെൻ അടുത്ത വർഷം ആ കൂടിയ 10% കൂടെ ആ എമൗണ്ടിൻ്റെ കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ 10%ആണ് കിട്ടുക. ഓക്കെ, അപ്പം നമ്മുടെ പലിശയും കൂടെ അതിൻ്റെ കൂടെ ചേർന്ന് വരാം. അതാണ് കൂട്ടുപലിശ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെയാണ് കൂട്ടുപലിശയുടെ ഒരു കണക്ക്. അത് ബേസിക് ആയിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞു തന്നു. ഇനി നമുക്ക് ഓരോ തരത്തിലുള്ള പ്രോബ്ലംസ് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരാൾ 6000 രൂപ 10% കൂട്ടുപലിശ നൽകുന്ന ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരികെ കിട്ടും? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ 6000 രൂപ ഒരാൾ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിലാണ് 10% കൂട്ടുപലിശ നൽകുന്നതാണ്. അപ്പോൾ 10% പലിശ നിരക്ക് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു വർഷത്തിലാണ് പറയുന്നത്. അപ്പോൾ 6000 രൂപയ്ക്ക് 10% പലിശ നിരക്കാണ്. പക്ഷെ എന്താണ് ഇവിടെ പ്രത്യേകത? കൂട്ടുപലിശയാണ്. അപ്പോൾ കൂട്ടുപലിശയുടെ കാര്യത്തിൽ നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു തന്നില്ലേ എങ്ങനെയാണ് കൂട്ടുപലിശ വരുന്നത് എന്നുള്ളത്, ആ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. 2 മെത്തേഡും പറഞ്ഞുതരാം കേട്ടോ. സ്റ്റെപ്പായിട്ട് നമ്മൾ എങ്ങനെയാണ് സാധാരണ ചെയ്യുന്നതെന്നും പറഞ്ഞുതരാം, അല്ലാത്ത മെത്തേഡും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുൾ ആകുന്നത് അല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു തന്ന മെത്തേഡിലാണെങ്കിൽ, അതായത് എങ്ങനെയാണ് ശരിക്കും കൂട്ടുപലിശ വരുന്നത് എന്നുള്ള രീതിയിലാണെങ്കിൽ, ആദ്യത്തെ വർഷം അപ്പോൾ നമ്മൾ 6000 രൂപ ഇട്ടു, 10% കൂട്ടുപലിശയാണ്. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ 6000-ന്റെ ആദ്യത്തെ വർഷത്തെ പലിശ എത്രയായിരിക്കും? 6000 രൂപയ്ക്ക് 10%ആണ് പലിശ നിരക്ക്. അപ്പോൾ ആദ്യത്തെ വർഷം 6000-ന്റെ 10% ആയിരിക്കും പലിശ കിട്ടുക അല്ലേ? 6000-ന്റെ 10% എന്ന് പറയുമ്പോൾ ഒരു 0 കളയുക, 600 രൂപ പലിശ കിട്ടും ആദ്യത്തെ വർഷം. അപ്പോൾ 600 രൂപ പലിശ കിട്ടി. ഇനി രണ്ടാമത്തെ വർഷം ആകുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടാവും? കൂട്ടുപലിശ ആയതുകൊണ്ട് ഈ മുതൽ, അതായത് 6000 രൂപ ഉണ്ടാവും, പ്ലസ് ആദ്യത്തെ വർഷം കിട്ടിയ 600 രൂപ പലിശയും അവിടെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ പലിശയും കൂടെ കൂട്ടി 6600 രൂപ ഉണ്ടാവും. ഓക്കെ, 6600 രൂപ. ഈ 6600 രൂപയുടെ 10% കൂടെ കൂട്ടിയിട്ടായിരിക്കും നമുക്ക് രണ്ടാമത്തെ വർഷം കിട്ടുക അല്ലേ? അപ്പം 6600 ഉണ്ട്, അതിൻ്റെ 10% എത്രയാണ്? 6600-ന്റെ 10% കാണാൻ ഒരു 0 കളഞ്ഞാൽ മതി. അപ്പോൾ 6600-ന്റെ കൂടെ 6600-ന്റെ 10% എന്ന് പറയുമ്പോൾ ഒരു 0 കളയുമ്പോൾ 660 അല്ലേ? അതും കൂടെ ചേർത്ത് കിട്ടുന്നതായിരിക്കും എന്ത്? രണ്ടാമത്തെ വർഷം ഉണ്ടാവുന്ന തുക. ഓക്കെ, അപ്പോൾ എന്താണ്? 0 6 6 6 12 2 1. അപ്പോൾ 7260 രൂപ, 7260 രൂപയായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? 2 വർഷം കഴിയുമ്പോൾ തിരികെ കിട്ടുക. വളരെ എളുപ്പമാണ്. നമുക്കൊന്ന് ചെയ്യുമ്പോൾ കുറേ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. എന്താണ് പറഞ്ഞത്? 6000 രൂപയാണ് നമ്മുടെ മുതൽ. അത് നമ്മൾ കൂട്ടുപലിശ കണക്കാക്കുന്ന 10% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ 6000 രൂപയ്ക്ക് 10% പലിശ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്ക് 10%ആണ്. അപ്പോൾ ആദ്യത്തെ വർഷം നമുക്ക് 6000-ന്റെ 10% തന്നെയാണ്, 600 രൂപ കിട്ടി. രണ്ടാമത്തെ വർഷം കൂട്ടുപലിശ ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഈ 6000-ന്റെ കൂടെ ഈ 600 രൂപയും കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട് ഇല്ലേ, 6600 രൂപ. ആ 6600 രൂപയുടെ പലിശയാണ് രണ്ടാമത്തെ വർഷം കിട്ടുക.
അപ്പോൾ ആ 6600-ന്റെ കൂടെ 6600-ന്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? 0 കളഞ്ഞാൽ 660. അപ്പോൾ 6600-ഉം ആ 6600-ന്റെ 10%-മായ 660-ഉം കൂടെ ചേർന്നിട്ട് 7260 രൂപ എന്ത് ചെയ്യും? തിരിച്ചു കിട്ടും. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് കൂട്ടുപലിശ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത്. ഇനി അല്ലാത്ത രീതിയിൽ എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു വഴിയുണ്ട്, അത് പറഞ്ഞുതരാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് എത്രയാണ്? 6000. ആ 6000-നെ അങ്ങനെ എഴുതി വെച്ചു. ഇൻറ്റു എത്ര ശതമാനമാണ്? 10% അല്ലേ? അപ്പോൾ ആ 10-നെ 100 കൊണ്ട് കൂട്ടുക. 10-നോട് 100 കൂട്ടുക. 10-നോട് 100 കൂട്ടുമ്പോൾ എത്രയാവും? 110 ആവും അല്ലേ? 110 ഡിവൈഡഡ് ബൈ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര ശതമാനമാണോ പലിശ നിരക്ക് അതിനെ 100 കൊണ്ട് കൂട്ടുക, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100 കൊണ്ട് കൂട്ടുമ്പോൾ 110 ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 100. ഇനി 2 വർഷം കഴിയുമ്പോഴാണല്ലോ, അപ്പോൾ ഈ സംഭവം 2 പ്രാവശ്യം എഴുതണം. അപ്പോൾ 110/100 ഇൻറ്റു 110/100. ഇതാണ് നമ്മുടെ എളുപ്പ വഴി. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം, എളുപ്പത്തിൽ എങ്ങനെയും ചെയ്യും. ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു. ഇനി വലിയ വലിയ എമൗണ്ട് ഒക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് പാട് വരും. അപ്പോൾ നമുക്ക് ഈ വഴിയായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ പറ്റുന്നത് അത് എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? 6000 രൂപ എമൗണ്ട് എഴുതി ഇൻറ്റു എത്ര ശതമാനമാണ് പലിശ? 10%. ആ 10-നോട് 100 കൂട്ടുക, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 100 കൂട്ടിയപ്പോൾ 110 ഡിവൈഡഡ് ബൈ 100 ചെയ്തു. 2 വർഷത്തേക്ക് ആയതുകൊണ്ട് 2 പ്രാവശ്യം എഴുതി. ഓക്കെ ആണല്ലോ. ഇത്ര എഴുതിയില്ലേ? ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടി. മൊത്തം എത്ര രൂപ തിരികെ കിട്ടുമെന്നുള്ളത്. അപ്പോൾ എങ്ങനെ ക്യാൻസൽ ചെയ്യുക? 0 0 ക്യാൻസൽ ചെയ്തു, ഇവിടെയും 0 0 ക്യാൻസൽ ചെയ്തു. ദെൻ ഈ 0-യും ഈ 0-യും ഇവിടെ 2 0-യും കട്ട് ചെയ്തു. എല്ലാ 0-സും കട്ട് ചെയ്തു. ബാക്കി എന്താണുള്ളത്? 60 ഇൻറ്റു ഇവിടെ 11 ഇൻറ്റു 11 ഉണ്ട്. 11 ഇൻറ്റു 11 എത്രയാണ്? 121. അപ്പോൾ 60 ഇൻറ്റു 121 എന്ന് പറയുമ്പോൾ 60 ഇൻറ്റു 121 എത്രയാണ്? 121 ഇൻറ്റു 6 ചെയ്യാം. 1 6 6, 2 6 12, 1 726. ഇവിടെ 60-ന്റെ ഒരു 0 ഉള്ളതുകൊണ്ട് 0 ഇട്ട് കൊടുത്താൽ 7260 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിൽ ചെയ്താലും നമുക്ക് ആൻസർ ഇത് തന്നെയാണ് കിട്ടുന്നത്. ഇങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ. അപ്പോൾ കൂട്ടുപലിശയുടെ കൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്ക് ഈ രീതിയിൽ ചെയ്യാം. ഇല്ലാത്തവർ ഇങ്ങനെ എന്താണ് ഓർത്തെടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളവർ ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. എന്താണ്? എമൗണ്ട് എഴുതുക, ഇൻറ്റു എത്ര ശതമാനമാണോ അതിനോട് 100 കൂട്ടുക, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 വർഷത്തേക്കാണെങ്കിൽ അത് 2 തവണ എഴുതി വയ്ക്കുക. ഇനി 3 വർഷത്തേക്കാണെങ്കിൽ 3 തവണ എഴുതി വയ്ക്കുക. ഓക്കെ, അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്തൊരു ചോദ്യം കൂടെ നോക്കാം. ഇവിടെ നോക്കുക, ഒരാൾ 5% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 8000 രൂപ നിക്ഷേപിക്കുന്നു എങ്കിൽ 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് കൂട്ടുപലിശ ഇനത്തിൽ ലഭിക്കുന്ന തുകയെന്ത്? നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? കൂട്ടുപലിശ ഇനത്തിൽ ലഭിക്കുന്ന തുകയാണ്. അതായത് നമുക്ക് പലിശയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 2 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന പലിശയാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ നേരെ കേൾക്കുക കേട്ടോ. കൂട്ടുപലിശ ഇനത്തിൽ ലഭിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ പലിശയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ മെത്തേഡ് നമ്മൾ പറഞ്ഞില്ലേ, കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എങ്ങനെയാണ്? 8000-ന്റെ 5% ആദ്യം കാണാം, അതായിരിക്കും ആദ്യത്തെ വർഷത്തെ. ദെൻ രണ്ടാമത്തെ വർഷം ആ 5%-ഉം 8000-ഉം കൂടെ കൂട്ടിയതിന് ശേഷം അതിൻ്റെ 5% കണ്ടുപിടിക്കുക. അങ്ങനെ നമുക്ക് ചെയ്യാം. ആ കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ രണ്ടാമത്തെ ഈസി മെത്തേഡ് പറഞ്ഞു, അതിലൂടെ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുക? ആദ്യം എമൗണ്ട് എഴുതുക, 8000 ഇൻറ്റു എത്ര ശതമാനമാണ് നമുക്ക് തന്നിരിക്കുന്നത്? 5%. അതിനോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? 100 കൂട്ടുക, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100 കൂട്ടുമ്പോൾ 105 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 2 വർഷമാണ്, അതുകൊണ്ട് നമ്മൾ 2 തവണ എഴുതണം. അപ്പോൾ ഒന്നും കൂടെ എഴുതുക, 105 ഡിവൈഡഡ് ബൈ 100 എന്ന് ഒരിക്കൽ കൂടെ എഴുതി വെച്ചു. ഓക്കെ, എമൗണ്ട് എഴുതുക, നമുക്ക് എത്രയാണോ പലിശ നിരക്ക് തന്നിട്ടുള്ളത് അതിനോട് 100 കൂട്ടുക, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്കായതുകൊണ്ട് നമ്മൾ 2 തവണ എഴുതി. ഓക്കെ, ക്ലിയർ ആയല്ലോ ഇത്രയും ഭാഗം. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ വെട്ടിച്ചുരുക്കാം അല്ലേ. 100-ൽ 5 പോകും, 20 പ്രാവശ്യം. 105-ൽ 21 പ്രാവശ്യം. ഇവിടെയും 20 പ്രാവശ്യം, 21 പ്രാവശ്യം. വെട്ടിച്ചുരുക്കാനൊക്കെ പഠിക്കുക കേട്ടോ. ഇനി ഇവിടെ നോക്കുക, ഈ 0 ഇവിടത്തെ 0 പോകും, ഈ 0-യും ഈ 0-യും കട്ട് ചെയ്യാം. ബാക്കി എന്താണുള്ളത്? 2 ഇൻറ്റു 2, ഇവിടെ 4 ഉണ്ട് അല്ലേ. 4 എന്ന് പറയുന്നത് 80-ൽ പോകുമല്ലോ. എത്ര പ്രാവശ്യം പോകും? 20 പ്രാവശ്യം പോകും അല്ലേ. അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടി. ബാക്കി എന്താണുള്ളത്? 20 ഇൻറ്റു 21 ഇൻറ്റു 21 ആണ് ഉള്ളത്. അപ്പോൾ 21 ഇൻറ്റു 21 എത്രയാണ്? 1 2 2 4.
അപ്പോൾ 441 എന്ന് വന്നു. 441 20, അതായത് 2 വെച്ച് ചെയ്യാം. 2 8 8 882. ഇവിടെ ഒരു 0 ഉള്ളതുകൊണ്ട് 882ൻ്റെ കൂടെ ഒരു 0. അപ്പോൾ 8820. ഇതെന്താണ്? നമ്മുടെ മുതലും പലിശയും കൂടെ ചേർന്നതാണ് 8820. നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്താണ്? ടോട്ടൽ നമുക്ക് കിട്ടുന്ന തുകയാണ്, മുതലും പലിശയും കൂടെ ചേർത്തിട്ട്. നമുക്കിവിടെ എന്താണ് വേണ്ടത്? കൂട്ടുപലിശ ഇനത്തിൽ കിട്ടുന്ന തുക എന്ന് പറയുമ്പോൾ പലിശ മാത്രം മതി. നമ്മുടെ മുതൽ എന്ന് പറയുന്നത് എത്രയാണ്? 8000 രൂപ. അപ്പോൾ 8820 8000 മുതൽ കഴിച്ചാൽ ബാക്കി പലിശ എത്രയാണ്? 820 രൂപ. അപ്പോൾ 820 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മെത്തേഡിലൂടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മുതലും പലിശയും കൂടെ ചേർത്തിട്ടുള്ള തുകയാണ്. അപ്പോൾ അതിൽ നിന്ന് പലിശ മാത്രം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മുതൽ കുറച്ചിട്ട് ബാക്കി പലിശ മാത്രം എഴുതാം. മൊത്തം തുകയാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഈ കിട്ടുന്ന ആൻസർ അതുപോലെ തന്നെ എഴുതി വയ്ക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ കൺസെപ്റ്റിലൂടെ എങ്ങനെയാണ് നമ്മൾ ശരിക്കും കൂട്ടുപലിശ കണക്കാക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരു എക്സാമ്പിൾ ചെയ്തു. ആ മെത്തേഡിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. ഓക്കെ, കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന വഴിയിലൂടെ മാക്സിമം നമ്മൾ സ്പീഡായിട്ട് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മെത്തേഡിലൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നമ്മുടെ ആൻസർ എത്രയാണ്? 820. അടുത്തത് നോക്കാം. 20% കൂട്ടുപലിശ ക്രമത്തിൽ എന്ത് തുക നിക്ഷേപിച്ചാൽ 2 വർഷം കഴിയുമ്പോൾ 1440 രൂപ കിട്ടും? അപ്പോൾ എന്താണ് നമ്മൾ ഇതിലെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം. 20% കൂട്ടുപലിശ ക്രമത്തിൽ എന്ത് തുക നിക്ഷേപിച്ചാൽ 2 വർഷം കഴിയുമ്പോൾ 1440 രൂപ തിരികെ കിട്ടും? നമ്മൾ ഇത്രയും നേരം ഇത്ര രൂപ നിക്ഷേപിച്ചു, ഇത്ര രൂപ ഇത്ര നിരക്ക് പലിശയിൽ ലാസ്റ്റ് കിട്ടുന്ന തുകയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇവിടെ നമുക്ക് അവസാനം കിട്ടുന്ന തുക തന്നിട്ടുണ്ട്. 1440 രൂപ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര രൂപയാണ് നിക്ഷേപിക്കേണ്ടത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ വന്നാൽ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ മെത്തേഡിൽ തന്നെ ചെയ്യാം. ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നോക്കാം. നമുക്ക് കിട്ടിയ തുക നമുക്ക് തന്നിട്ടുണ്ട് 1440. ആ തുകയെ അതുപോലെ എഴുതാം. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? നമുക്ക് നിക്ഷേപിച്ച തുക തന്നിട്ട് തിരികെ കിട്ടുന്ന തുക കാണാൻ നമ്മൾ എത്ര ശതമാനമാണോ പലിശ നിരക്ക് അതിനോട് 100 കൂട്ടി ഡിവൈഡഡ് ബൈ 100 ചെയ്യാൻ പറഞ്ഞു അല്ലേ? അതിന് നേരെ തിരിച്ചിടുക. അതായത് 100 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? ഈ 20നോട് 100 കൂട്ടുക. നമ്മൾ നേരത്തെ 100 കൂട്ടി 100 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് പകരം മുകളിൽ 100 എഴുതി, താഴെ 100 കൂട്ടിയിട്ട് 120 എന്ന് എഴുതി. ഇനി 2 വർഷത്തിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ 2 പ്രാവശ്യം എഴുതി വെക്കാം. ഓക്കെ, അപ്പം നമുക്ക് നിക്ഷേപിച്ച തുക തന്നിട്ട് തിരികെ കിട്ടുന്ന തുക ചോദിച്ചാൽ എമൗണ്ട് എഴുതുക, ഇൻറ്റു 100 കൂട്ടി 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ നമുക്ക് തിരികെ കിട്ടുന്ന തുക തന്നിട്ട് നിക്ഷേപിച്ച തുകയാണ് കാണേണ്ടതെങ്കിൽ തിരികെ കിട്ടിയ തുക ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 120. ഓക്കെ, ഇത് എത്ര പ്രാവശ്യം എഴുതണം എന്നുള്ളത് എത്ര വർഷത്തേക്കാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നേരത്തെ ചെയ്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഇനി ഇത് ക്യാൻസൽ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കാം. 0 പോയി, ഇവിടെയും 0 പോയി, ഇവിടെയും 0, ഇവിടെയും 0 പോയി. പിന്നെ എന്താണുള്ളത്? ഇവിടെ 10 × 10 100 അല്ലേ? 1440. അപ്പോൾ നമുക്കിവിടെ 12 വെച്ച് ക്യാൻസൽ ചെയ്യാം അല്ലേ? 12 ഇവിടെ എത്ര പ്രാവശ്യം പോകും? 12 × 12 എന്ന് പറയുന്നതാണ് ഇവിടെ 144. അപ്പോൾ ഇവിടെ ഒരു പ്രാവശ്യം പോകും. അപ്പോൾ ഇവിടെ 10 × 10 × 10 10 × 10 × 10 എന്ന് വെച്ചാൽ 10 10 100 100 × 10 1000 എന്ന് നമുക്ക് ആൻസർ വന്നു. ഓക്കെ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ 1000 രൂപ നിക്ഷേപിച്ചാലാണ് 20% കൂട്ടുപലിശ ക്രമത്തിൽ 1440 രൂപ തിരികെ കിട്ടുക. ഓക്കെ, നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ വളരെ എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഇപ്പോൾ 1000 രൂപ നിക്ഷേപിച്ചിട്ട് 20% പലിശ നിരക്കിൽ 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തുക കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ നേരത്തെ ചെയ്ത പോലെ 1000 ഇൻറ്റു 20% ആയതുകൊണ്ട് 20നെ 100 കൊണ്ട് കൂട്ടണം അല്ലേ? 120 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 2 വർഷത്തേക്ക് ആയതുകൊണ്ട് 120 ഡിവൈഡഡ് ബൈ 100 2 പ്രാവശ്യം എഴുതിയിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്തു. ഇവിടെയും 0 കട്ട് ചെയ്തു, ഇവിടെയും 0 കട്ട് ചെയ്തു. 10 × 12 × 12 12 × 12 എത്രയാണ്? 144. ഇവിടെ ഒരു 0 ആയി. അപ്പോൾ 1440 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? 1440 തന്നിട്ടുണ്ട്. എത്ര രൂപ നിക്ഷേപിച്ചാലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ തിരിച്ചെഴുതാം. തന്നിട്ടുള്ള തുക എഴുതി 100 ഡിവൈഡഡ് ബൈ ആ 20%തോട് 100 കൂട്ടി ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 20%തോടൊപ്പം 100 കൂട്ടി എഴുതി ക്യാൻസൽ ചെയ്തു. നമുക്ക് ആൻസർ എത്ര കിട്ടി? 1000 എന്ന് കിട്ടി.
അടുത്ത ചോദ്യം നോക്കാം. ഒരാൾ 20,000 രൂപ 20% നിരക്കിൽ അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ഒരു വർഷം കഴിഞ്ഞ് അയാൾക്ക് എത്ര രൂപ തിരികെ കിട്ടും? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ 20,000 രൂപ നിക്ഷേപിക്കുന്നു, 20% പലിശ നിരക്കിലാണ്. പക്ഷേ ഇവിടെ കൂട്ടുപലിശ കണക്കാക്കുന്നത് എങ്ങനെയാണ്? അർദ്ധവാർഷികമായിട്ടാണ്. ഓക്കെ, അർദ്ധവാർഷികം എന്ന് പറയുമ്പോൾ ഹാഫ് ഇയർലി ആണ്. അപ്പോൾ ഹാഫ് ഇയർലി അല്ലെങ്കിൽ അർദ്ധവാർഷികമായി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? 20,000 രൂപ നമ്മൾ നിക്ഷേപിക്കുന്നു, 20% നിരക്കിലാണ്. പക്ഷെ അത് അർദ്ധവാർഷികം എന്ന് പറയുമ്പോൾ പലിശ നിരക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വർഷത്തേക്കാണ്. ഒരു വർഷത്തേക്ക് 20%. അങ്ങനെയാണെങ്കിൽ അർദ്ധവാർഷികമായിട്ട് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിന്റെ അർദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? പകുതി. അപ്പോൾ ഒരു വർഷത്തിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ്? 6 മാസം 6 മാസം. അപ്പോൾ 20% 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ എന്താണ്? 6 മാസത്തേക്ക് 10%, അടുത്ത 6 മാസത്തേക്ക് 10%, അല്ലേ? അതാണ് അർദ്ധവാർഷികം എന്ന് പറയുന്നത്. അപ്പൊ 20% പലിശ നിരക്കിൽ എന്ന് പറയുമ്പോൾ അത് ഒരു വർഷത്തേക്കുള്ള പലിശയാണ്. അർദ്ധവാർഷികമായിട്ടാണ് കൂട്ടുപലിശ കണക്കാക്കുന്നതെന്ന് പറയുമ്പോൾ, അർദ്ധവാർഷികം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിന് 2ആയിട്ട്, അതായത് 6 മാസം ഒന്ന്, പിന്നെ ഒരു 6 മാസം. അപ്പോൾ 6 മാസത്തേക്ക് 10%, അടുത്ത 6 മാസത്തേക്ക് 10%. അങ്ങനെയാണ് ടോട്ടൽ എന്ത്? ഒരു വർഷത്തേക്ക് 20% വരുന്നത്. പലിശ കണക്കാക്കുന്നത് 6 മാസത്തേക്കാണ്. അപ്പോൾ 10%, ദെൻ ഒരു 10%. അപ്പോൾ നമ്മുടെ പലിശ നിരക്ക് എന്തായിട്ട് എടുക്കണം? 10% എടുക്കണം. അർദ്ധവാർഷികമായി എന്നൊരു വാക്കുണ്ടെങ്കിൽ എത്രയാണോ പലിശ നിരക്ക് തന്നിട്ടുള്ളത് അതിൻ്റെ പകുതി ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കാം. ഇനി വർഷത്തിന്റെ കാര്യം. ഇവിടെ ഒരു വർഷം കഴിഞ്ഞ് എന്ന് തന്നിട്ടുണ്ട്. ഒരു വർഷം കഴിഞ്ഞ് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ എത്ര മാസം വരുന്നുണ്ട്? അർദ്ധവാർഷികം എന്ന് പറയുമ്പോൾ 6 മാസം, പിന്നെ ഒരു 6 മാസം. അപ്പൊ 6 മാസത്തേക്കും പലിശ കണക്കാക്കുമല്ലോ. അപ്പോൾ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷം എത്രയായിട്ട് എടുക്കണം? 2ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടണം. നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ വർഷം എത്ര പ്രാവശ്യം നമ്മൾ എഴുതണം എന്നുള്ളത് എത്ര വർഷത്തേക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു വർഷം എന്ന് കണ്ടിട്ട് നമ്മൾ ഒരു പ്രാവശ്യം എഴുതി വെച്ചാൽ തെറ്റിപ്പോകും. കാരണം എന്താണ്? അർദ്ധവാർഷികമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അർദ്ധവാർഷികം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിന്റെ പകുതി ആകുമ്പോഴത്തേനും എന്താണ്? പലിശ കണക്ക് കൂട്ടും. അതായത് 6 മാസം കൂടുമ്പോൾ. ഒരു വർഷത്തിൽ 6 മാസം എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ വർഷം 2ആയിട്ട് എടുക്കണം. പലിശ എത്രയായിട്ട് എടുക്കണം? 10% എടുക്കണം. എന്തുകൊണ്ടാണ് 10% വന്നത്? ഒരു വർഷത്തേക്കുള്ളതാണ് പലിശ നിരക്ക് എന്ന് പറയുന്നത് 20%. പക്ഷെ കൂട്ടുപലിശ കണക്കാക്കുന്നത് എപ്പോഴത്തേക്കാണ്? അർദ്ധവാർഷികമായിട്ടാണ്. അർദ്ധവാർഷികം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിന്റെ പകുതി. അർദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? പകുതിയാണ്. അതായത് 6 മാസം കൂടുമ്പോഴാണ് പലിശ കണക്കാക്കുന്നത്. അപ്പോൾ 20%ന്റെ പകുതി 10%, അടുത്ത 6 മാസത്തേക്ക് 10%. അങ്ങനെയാണ് എന്ത്? ഒരു വർഷത്തേക്ക് 20% വരുന്നത്. ഓക്കെ, അപ്പൊ പലിശ എന്ന് പറയുന്നത് പലിശ നിരക്ക് നമുക്ക് 10%ആയിട്ടും വർഷം 2ആയിട്ടുമാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് കിട്ടി, പലിശ നിരക്ക് നമുക്ക് കിട്ടി, അതുപോലെ തന്നെ വർഷവും നമുക്ക് കിട്ടി. എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 20,000 രൂപ എമൗണ്ട് നമ്മൾ എഴുതി, ഇൻറ്റു 10% പലിശ നിരക്ക്, അല്ലേ? അർദ്ധവാർഷികമായതുകൊണ്ട് 20ന്റെ പകുതി എടുത്തു. 10 എന്ത് ചെയ്യണം? 100നോട് കൂട്ടണം, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 110 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 2 പ്രാവശ്യം എഴുതണം. എന്തുകൊണ്ടാണ്? 6 മാസം കൂടുമ്പോൾ ഒരു പലിശ, ദെൻ 6 മാസം. അങ്ങനെയാണ് അല്ലേ? ഒരു വർഷത്തിൽ 2 പ്രാവശ്യം, അർദ്ധവാർഷികമായതുകൊണ്ട്. അപ്പോൾ 2 പ്രാവശ്യം എഴുതണം. അപ്പോൾ 110 ബൈ 100 എന്നുള്ളത് നമ്മൾ ഒരു തവണയും കൂടെ എഴുതി വെച്ചു. ഓക്കെ ആണല്ലോ? ഇനി ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. 0 0, ഇവിടെയും 0, ഇവിടെയും 0, ഈ 0യും ഈ 0യും എല്ലാം കട്ട് ചെയ്തു. ബാക്കി എന്താണുള്ളത്? 200 ഇൻറ്റു 11 ഇൻറ്റു 11 ഉള്ളത്. ഓക്കെ, 11 ഇൻറ്റു 11 എന്ന് വെച്ചാൽ എത്രയാണ്? ഇവിടെ 200 ഇൻറ്റു 11 ഇൻറ്റു 11 എന്ന് പറയുമ്പോൾ 121. 121 ഇൻറ്റു 2 എത്രയാണ്? ഒരു 2 2 2 2 4, ദെൻ ഒരു 2 2, 242. ഇവിടെ 200ൽ 2 0 ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 2 0 കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ ആയി. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ എങ്ങനെയാണ് കണക്ക് കൂട്ടിയെന്ന് ഒന്നുകൂടെ പറയാം. ഒരാൾ 20,000 രൂപ 20% നിരക്കിൽ നിക്ഷേപിക്കുന്നു, പക്ഷെ അർദ്ധവാർഷികമായിട്ടാണ്. അപ്പോൾ അർദ്ധവാർഷികം എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ പകുതി. 6 മാസം കൂടുമ്പോഴാണ് നമുക്ക് പലിശ വരുന്നത്. അപ്പോൾ 20%ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്?
10% 6 മാസത്തേക്ക്, അടുത്ത 10% 6 മാസത്തേക്ക്. ഓക്കെ, അപ്പം നമ്മൾ വർഷം എടുക്കുമ്പോഴും എന്ത് ചെയ്യണം? ഒരു വർഷം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യമാണ് 6 മാസം വരുന്നത്? 2 തവണ. ഒരു വർഷത്തെ 2 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വർഷം 2 ആയിട്ടും 10% പലിശ നിരക്കായിട്ടും എടുത്തിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട്. അർദ്ധവാർഷികം എന്ന് പറഞ്ഞാൽ ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്തു. നമ്മുടെ ആൻസർ എത്ര കിട്ടി? 24,200 രൂപ എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം കൂടെ നോക്കാം. ഇവിടെ നോക്കുക, ഒരാൾ 10,000 രൂപ 12% നിരക്കിൽ പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 6 മാസം കഴിഞ്ഞ് അയാൾക്ക് എത്ര രൂപ തിരികെ കിട്ടും? ഇതാണ് ചോദ്യം. അപ്പം നമ്മൾ എന്താണ്, വാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുന്നത് പഠിച്ചു, അർദ്ധവാർഷികമായിട്ടും പഠിച്ചു. ഇവിടെ എന്താണ്, പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താണ് ചെയ്യുക? ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അർദ്ധവാർഷികം പോലെ ഒരു കാര്യം ശ്രദ്ധിക്കണം. 10,000 രൂപയ്ക്ക് 12% നിരക്കിലാണ് എന്ത്? പലിശ. 12% നിരക്കാണ് പലിശ. ഇത് ഒരു വർഷത്തേക്കുള്ളതാണ്. എന്ത്? 12%. ഇത് നമ്മൾ അർദ്ധവാർഷികമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ 2 ആക്കി സ്പ്ലിറ്റ് ചെയ്യും. 6% ആക്കിയിട്ട് എന്ത് ചെയ്യും? 6 മാസം 6 മാസം. ഇതാണ് എന്ത്? അർദ്ധവാർഷികമാവുമ്പോൾ അല്ലേ? അർദ്ധവാർഷികമാകുമ്പോൾ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 6 മാസം 6 മാസം കൂടുമ്പോൾ അപ്പോൾ 6%, അടുത്തതിലേക്ക് 6%. അപ്പം നമ്മൾ 6% പലിശ നിരക്ക് എടുക്കും. ഒരു വർഷത്തേക്കാണെങ്കിൽ 12%, അർദ്ധവാർഷികമായിട്ടാണെങ്കിൽ 6%. പാദവാർഷികം എന്ന് പറയുമ്പോൾ അർദ്ധവാർഷികത്തിൻ്റെ പകുതിയാണ് വരിക. അതായത് എന്ത് ചെയ്യണം? ഈ 12നെ 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ? അതായത് 3%. 6%ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്താണ്? 3% എന്ത് വരിക? പാദവാർഷികം വരിക അല്ലെ? 3% പാദവാർഷികത്തിന് വരിക. 3% എന്ന് പറയുന്നത് എത്ര വരും? ഒരു വർഷത്തിൽ 3 പ്രാവശ്യം. ഒരു വർഷത്തിന് 3 മാസം എന്ന് പറയുമ്പോൾ 4 പ്രാവശ്യം വരും അല്ലെ? അപ്പൊ 4 തവണ 3% വരും. പക്ഷേ ഇത് ഒരു വർഷത്തിലാണ് 4 തവണ. നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? 6 മാസമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? 6 മാസം കഴിഞ്ഞ്. അപ്പൊ 6 മാസം എന്ന് പറയുമ്പോൾ 3 മാസം 3 മാസം. അപ്പൊ 2 പ്രാവശ്യമാണ് വരുന്നത് അല്ലെ? ഒരു വർഷത്തിൽ 4 പ്രാവശ്യം വരും 3%. ദെൻ നമുക്ക് എന്താണ്? 6 മാസത്തിലായതുകൊണ്ട് 2 പ്രാവശ്യം. അപ്പൊ നമ്മുടെ വർഷം എന്ന് പറയുന്നത് 2 ആയിട്ടും പലിശ എന്ന് പറയുന്നത് എത്രയാണ്? 3% നമ്മൾ എടുക്കേണ്ടത്. മനസ്സിലായോ? 12% പലിശ നിരക്ക് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ കാര്യമാണ്. അത് അർദ്ധവാർഷികമാണെങ്കിൽ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ 6% എന്ന് എഴുതും. പാദവാർഷികം എന്ന് പറഞ്ഞാൽ എന്താണ്? അർദ്ധവാർഷികത്തിൻ്റെയും പകുതിയാണ്. അതായത് 12നെ എന്ത് ചെയ്യണം? 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 12നെ 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എത്ര വരും? 3 മാസത്തേക്ക്, ദെൻ 3 മാസത്തേക്ക്, 3 മാസത്തേക്ക്, 3 മാസത്തേക്ക് അല്ലേ? അപ്പം 3% പലിശയിൽ 3 മാസം കൂടുമ്പോഴാണ് വരുന്നത്. അപ്പം 6 മാസം ആയതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്നത് ഒരു വർഷമാണെങ്കിലോ 4 പ്രാവശ്യം ഗുണിക്കണം. 6 മാസം ആയതുകൊണ്ട് 3 മാസം 3 മാസം 2 പ്രാവശ്യമാണ് വരുന്നത്. അതുകൊണ്ട് മാത്രം നമ്മൾ വർഷം 2 ആയിട്ട് എടുക്കും. ഒരു വർഷത്തിലാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മൾ എത്ര പ്രാവശ്യം ചെയ്യണം? 4 പ്രാവശ്യം ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, നമ്മൾ ഇനി ചെയ്യുന്നത് സാധാരണ പോലെ ചെയ്യുക. എങ്ങനെയാണ്? 10,000 ഇൻറ്റു എന്ത് ചെയ്യുക? 12% അല്ല, നമ്മുടെ പലിശ നിരക്ക് എത്രയാണ്? പാദവാർഷികം ആകുമ്പോൾ 3 ആണ് അല്ലേ? 3നോട് 100 കൂട്ടുക. അതായത് 103 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 2 പ്രാവശ്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ്? 6 മാസം ആയതുകൊണ്ട് 3 മാസം, ദെൻ ഒരു 3 മാസം. അപ്പോൾ 6 മാസത്തേക്ക് 2 പ്രാവശ്യം, ദെൻ 103 ഡിവൈഡഡ് ബൈ 100 2 പ്രാവശ്യം നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. ഇതും ക്യാൻസൽ ചെയ്തു, ഇതും ക്യാൻസൽ ചെയ്തു, എല്ലാം പോയി. ബാക്കി എന്താണുള്ളത്? 103 ഇൻറ്റു 103 എന്ന് വന്നു. അതായത് 103 ഇൻറ്റു 103 എന്ന് വെച്ചാൽ എന്താണ്? 103ന്റെ സ്ക്വയർ ആണ്. 103ന്റെ സ്ക്വയർ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ എളുപ്പ വഴി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? 1ന്റെ സ്ക്വയർ 1 എന്ന് എഴുതി വെച്ചു. 3ന്റെ സ്ക്വയർ 9, 0, ദെൻ 1 ഇൻറ്റു 3 3 9. അപ്പോൾ 0 6 വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി. അപ്പോൾ ഇതെങ്ങനെയാണ് സ്ക്വയർ നമ്മൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ കാണുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു വർഷം പലിശയാവുമ്പോൾ എങ്ങനെയാണ്, അർദ്ധവാർഷികമാവുമ്പോൾ എങ്ങനെയാണ്, പാദവാർഷികമാവുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഒരു വർഷത്തേക്കാവുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള പലിശ തന്നെയാണ്. അർദ്ധവാർഷികം എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതിയാക്കുക.
പാദവാർഷികം എന്ന് പറയുമ്പോൾ പകുതിയുടെ പകുതിയാക്കാം. വർഷം ശ്രദ്ധിക്കാം. ഒരു വർഷത്തേക്കാണെങ്കിൽ എത്രയാണ്, 6 മാസമാണെങ്കിൽ എത്രയാണ് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം കൂടെ നോക്കാം. അടുത്ത ചോദ്യം നോക്കുക. 7000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അപ്പോൾ ഇത് സ്ഥിരമായിട്ട് PSCക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതിന്റെ എളുപ്പ വഴി അറിയാത്തവർ എന്ത് ചെയ്യും? ആദ്യം സാധാരണ പലിശ നമ്മൾ സാധാരണ പോലെ കണക്ക് കൂട്ടും, കൂട്ടുപലിശ കണക്ക് കൂട്ടും, അതിനുശേഷം അവ തമ്മിലുള്ള ഡിഫറൻസ് നോക്കും. അപ്പോൾ എത്ര സമയം വേസ്റ്റ് ആവും അല്ലേ? അപ്പോൾ ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതേപോലൊരു മെത്തേഡാണ്. അതായത് നമ്മുടെ എമൗണ്ട് എത്രയാണ്, 7000, അത് അതുപോലെ എഴുതി ഇൻറ്റു നമ്മൾ നേരത്തെ പലിശ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? കൂട്ടുപലിശയുടെ കാര്യം വന്നപ്പോൾ എത്ര ശതമാനമാണോ പലിശ നിരക്ക് അതിന് 100 കൊണ്ട് കൂട്ടി 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര വർഷത്തേക്കാണോ അത്ര തവണ ചെയ്തു. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഈ വ്യത്യാസം കാണാനാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ, സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാനാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ആ 100 കൊണ്ട് കൂട്ടുന്ന ഭാഗമില്ലേ അത് അങ്ങോട്ട് ഒഴിവാക്കുക. അതായത് ആ ശതമാനം എത്രയാണോ അത് മാത്രം എഴുതുക, ഡിവൈഡഡ് ബൈ 100 എഴുതാം. അത് 2 വർഷത്തേക്കായതുകൊണ്ട് 2 തവണ എഴുതാം. ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ. അപ്പോൾ കൂട്ടുപലിശ കണക്കാക്കുന്ന സമയത്ത് എത്ര ശതമാനമാണോ അതിന് 100 കൊണ്ട് കൂട്ടി 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. വർഷം നോക്കിയിട്ട് അത് എത്ര പ്രാവശ്യമാണെന്ന് വെച്ചാൽ അത്രയും പ്രാവശ്യം എഴുതി. വ്യത്യാസം കാണാൻ, സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാൻ എന്ത് ചെയ്യണം? ആ 100 കൊണ്ട് കൂട്ടുന്ന സ്റ്റെപ്പ് വേണ്ട, ആ പലിശ അതേപോലെ എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ 100 ചെയ്യാം. എത്ര വർഷത്തേക്കാണോ അത്രയും പ്രാവശ്യം ഗുണിക്കുക. ഓക്കെ. അപ്പോൾ ഇനി നമുക്കിത് സോൾവ് ചെയ്യാലോ. 0 0 ക്യാൻസലായി പോയി, ഇവിടെയും 0 ക്യാൻസലായി, ഇനി ഇവിടെയും ക്യാൻസൽ, ഇവിടെയും ക്യാൻസൽ. ബാക്കി എന്താണുള്ളത്? 70 × 1 × 1 എന്ന് വെച്ചാൽ എന്താണ്? 70. വളരെ എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ? അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കാം. നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് എഴുതാം, ഇൻറ്റു എത്ര ശതമാനമാണോ പലിശ നിരക്ക് എഴുതാം, അത് ഡിവൈഡഡ് ബൈ 100. 2 വർഷത്തേക്കാണെങ്കിൽ 2 തവണ ഗുണിക്കുക, 3 വർഷത്തേക്കാണെങ്കിൽ 3 തവണ ഗുണിക്കുക, ക്യാൻസൽ ചെയ്യുക, നമ്മുടെ ആൻസർ കണ്ടുപിടിക്കുക. ആൻസർ എത്ര കിട്ടി? 70 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയുമാണ് എന്ത് കൂട്ടുപലിശയിൽ വരുന്ന നമ്മൾ എല്ലാ ടൈപ്പിലുള്ള പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നില്ലെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.